നീ എന്താ ഇവിടെ നോക്കണേ? അയ്യോ ഒന്നുമല്ല ചേച്ചി, ഞാൻ ടൈഗർ ബിസ്ക്കറ്റ് നോക്കുമായിരുന്നു. അമ്മ ഞാൻ കാണാതെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുവാ. അവിടെ അമ്മ ടെൻഷനിൽ ഇരിക്കാന്നറിയാലോ, അപ്പഴാ നിന്റെ ഒരു കുട്ടിക്കളി. ഏയ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതായിരുന്നു ചേച്ചി. നീ ഇങ്ങോട്ട് മാറിന്നേ, ഞാൻ എടുത്തു തരാം. താങ്ക് യു ചേച്ചി. അമ്മ ഇതുവരെയായിട്ടും വീട്ടിലേക്ക് എത്തിയില്ലല്ലോ. ചേട്ടനും വിക്കൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്ര. അങ്ങനെയാണെങ്കിൽ ചേച്ചി വേദാന്തേട്ടനൊപ്പം ജോലി അടിക്കാൻ പോയതായിരിക്കും. ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. നിന്റെ പ്രായത്തിനനുസരിച്ചൊക്കെ സംസാരിക്കാൻ പഠിക്ക്. അയ്യോ അതിന് ഞാനിപ്പോ എന്താ തെറ്റായി പറഞ്ഞത്? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിഥിയല്ലേ നിന്നെതൊക്കെ പഠിപ്പിക്കുന്നെ. ആദ്യം അവൾക്കാണ് ക്ലാസ് എടുക്കേണ്ടത്. ശരി ചേച്ചി ക്ലാസ് എടുത്തോ, എനിക്കെന്താ. ആദ്യ ചേച്ചി കൊടുത്ത ടാസ്ക് വിക്കിയും സിദ്ധാർത്ഥേട്ടനും കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വേദാന്തേട്ടൻ അവിടെ ഉണ്ടായി കാണോ? മര്യാദയ്ക്ക് കംപ്ലൈന്റ് പിൻവലിക്കേ. ഇല്ലാന്നാണെങ്കിൽ നീയും അമൂല്യം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് എല്ലാ അവന്മാരെ അറിയിക്കും ഞാൻ. അമൂല്യെ പറ്റി ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാ നിന്നെ കൊന്നു കളയാൻ പോലും ഞാൻ മടിക്കില്ല. നീ ഇത്രയും കൺസെന്റ് ഉള്ളവനാണെങ്കിൽ മര്യാദയ്ക്ക് ആ കംപ്ലൈന്റ് തിരിച്ചെടുക്കാൻ നോക്ക്. എടാ നാറി, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്നെയാണോ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടില്ല. നിന്നെ ഒന്നും കംപ്ലൈന്റ് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഏയ് എന്നെ വെറുതെ അങ്ങനെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. നീ എങ്ങനത്തവനാണ്, അവൾ എത്രക്കാരിയാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ജീവൻ വേണമെങ്കിൽ നീ ഇപ്പൊ ഫോൺ വെക്കുന്ന നല്ലത്. എന്റെ മുന്നിലേക്ക് വന്നാണ് നീ ഈ വെല്ലുവിളി നടത്തിയിരുന്നെങ്കിൽ നീ ഇപ്പൊ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. എന്താടാ നീ ബിൽഡപ്പ് കാണിക്കണോ? ഇതാ നോക്ക്, നിന്നോട് ഡയലോഗ് അടിക്കുന്ന കാര്യം എനിക്കില്ല. പക്ഷെ അമൂല്യെ പറ്റി ഇനി എങ്ങനും പറഞ്ഞ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഓഹോ, എന്താടാ നിനക്ക് അവളോട് അത്രയ്ക്ക് ലവാണോ? അതെനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് കംപ്ലൈന്റ് തിരിച്ചെടുക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നിനക്കും അവൾക്കും പുറത്തുള്ള റെപ്യൂട്ടേഷൻ എല്ലാം ഞാനൊരു ദയയില്ലാതെ നശിപ്പിച്ചു കളയും. You bloody scoundrel. ഇനി അവളെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ നിന്നെ ഞാൻ കൊന്നു കളയും. നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അവള് നിന്റെ ഭാര്യയാണോ അതോ ഗേൾ ഫ്രണ്ട് ആണോ? എടാ, നിന്നോടൊക്കെ സംസാരിക്കുന്ന എനിക്ക് വേറെ പണിയില്ലായിട്ടൊന്നല്ല. ഞാൻ അവസാനമായിട്ട് പറയുക, നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വാ. അല്ലാതെ വെറുതെ എന്നെ അമൂല്യം കൂടെ ചേർത്ത് ഞങ്ങളെ പറ്റി അനാവശ്യം പറയല്ല വേണ്ടത്. നിങ്ങളുടെ കഥ നല്ല രസമാണല്ലോ, നന്നായി കഥ പറയുന്നുണ്ട്. നീ പറയുന്നു നിനക്കും അവൾക്കും തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ലാന്ന്. എന്നാൽ അവളോ നിന്റെ അനിയത്തിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂര് വരെ വന്നു. ഏയ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ടൈം ഒട്ടുമില്ല. ഒരക്ഷരം ഇണ്ടാതെ കംപ്ലൈന്റ് തിരിച്ചെടുക്ക്. ഹലോ ഹലോ, നിന്റെ അനിയത്തിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂര് വരെ വന്നു. സോറി ബോസ്, എനിക്ക് നാളെ മൈസൂരിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വേറൊരു ജോലിയുണ്ട്. ഹലോ, ഞാൻ ഇൻസ്പെക്ടർ അജയകുമാറാണ് സംസാരിക്കുന്നത്. ഇന്നലെ നിങ്ങളുടെ നേർക്കുണ്ടായ അറ്റാക്കിന്റെ അടിസ്ഥാനത്തിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം കിഷനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. അവൻ ഇപ്പൊ എന്നെ കോൾ ചെയ്തിരുന്നു. നമ്പർ ഞാൻ അയക്കാം. അവൻ എന്റെ പേഴ്സണൽ നമ്പറിലേക്കാണ് വിളിച്ചത്. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. താങ്ക് യു. കോൾ ട്രാക്ക് ചെയ്ത് അവന്റെ ലൊക്കേഷൻ അന്വേഷിച്ചോളാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളെ അറിയിച്ചിരിക്കണം, കേട്ടല്ലോ? പിന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചിട്ടുണ്ട്. ഡോണ്ട് വറി. താങ്ക് യു. പിന്നെ അമൂല്യ എന്ന പെൺകുട്ടി സേഫ് ആണല്ലോ അല്ലേ? ആ കുട്ടിക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ? നീ പറയുന്നു നിനക്കും അവൾക്കും തമ്മിൽ യാതൊരു സംബന്ധവും ഇല്ലാന്ന്. എന്നാൽ അവളോ നിന്റെ അനിയത്തിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂര് വരെ വന്നു. ഹലോ,
ഹലോ അമൂല്യ, അമ്മേ, വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തോ? വേദാന്ത എല്ലാ കാര്യങ്ങളും അവിടെ ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അതെ, നമ്മൾ ആ കടയിൽ പോകുന്ന കാര്യം എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിയാ, നമ്മുടെ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോ ഒരു വലിയ കടയിലേക്ക് പോകുന്നത് തന്നെ ആശ്ചര്യമല്ലേ. അത്രയും വലിയൊരു വീട്ടിലേക്കല്ലേ നമ്മുടെ ആരതി പോകുന്നത്. മരുമകനും അവന്റെ ചേട്ടനും സാരി വാങ്ങാനായി കാറൊക്കെ തന്നുവിട്ടു എന്ന് പറയുമ്പോ ചെറിയ കാര്യമാണോ? ശരിയാണ്. എല്ലാവരും പെൺവീട്ടുകാരിന്ന് എത്രത്തോളം വാങ്ങാൻ പറ്റും അത്രത്തോളം വാങ്ങാൻ നോക്കും. അങ്ങനെയുള്ളപ്പോ ഇവരെ നോക്ക്. വിക്കിക്കും വേദാന്ത ചേട്ടനും നിങ്ങൾ അച്ഛനമ്മമാരെ പോലെ തന്നെയാ. അവര് നിങ്ങളെ ആ രീതി തന്നെയാ കാണുന്നതും. ആഹാ, എവിടെ പോവാ? ഞങ്ങളുടെ മരുമകനെ എല്ലാവർക്കും സാരി എടുക്കാൻ വേണ്ടി കടയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂടെ അവിടെയുള്ള കുറച്ച് അമ്പലങ്ങളിലും ഒക്കെ പോകണം. അപ്പോ തിരിച്ചു വരുമ്പോ ഒരുപാട് ലഗേജ് ഉണ്ടാകുമല്ലേ? അത് മാത്രമല്ല, അവിടെ കടകളെല്ലാം ഒരുപാട് ഉള്ളിലാണ്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ലഗേജ് എല്ലാം എടുക്കാൻ ഞാനും സഹായിക്കാം. ഞങ്ങളുടെ മരുമകന്റെ ചേട്ടൻ ഒരാളുണ്ട്, നിന്നെ പോലെ തന്നെയാ. ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെന്ന് അറിഞ്ഞാ മതി, ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. നിനക്ക് അവനെ പോലെ നല്ല സ്വഭാവം തന്നെയാ. താമസിക്കാൻ സ്ഥലം, കഴിക്കാൻ ആഹാരം, എന്നോടുള്ള വിശ്വാസം, ഇതെല്ലാം ജീവിതകാലം മുഴുവനും പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. നിങ്ങൾ വാങ്ങുന്ന തുണിയുടെ ഭാരം കുറയ്ക്കാൻ എനിക്ക് സാധിച്ചാൽ അതെനിക്കൊരു സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനും വരാം. സന്തോഷമല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഞങ്ങളോടൊപ്പം വരുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോന്നോളൂ മോനെ. അമ്മോ, നീ വന്നോ? അത് നന്നായി. വീടിനൊരു ശ്രദ്ധ വേണം കേട്ടോ. രാത്രി ഉറങ്ങാൻ പോകുമ്പോ കതവ് കുറ്റിയിടണം കേട്ടോ. അവളെയും കൂടെ നീ നോക്കിക്കോണേ. വീട്ടിൽ ആരും ഇല്ലെന്ന് കരുതി ശ്രദ്ധയില്ലാതെ അവള് നടക്കും. ശ്രദ്ധിച്ചോണേ. ശരി അമ്മ. ഞങ്ങൾ പോയിട്ട് വരാം. വാ. അമ്മ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ? വേണ്ട ചേച്ചി. ദേഹത്ത് നല്ല ചൂടുണ്ടല്ലോ. എന്താ ജഗദീഷേ, നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. എന്ത് പറയാനാ സുമേഷേ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബിസി ആയി പോയിന്ന്. അയ്യോ, നീ ഈ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ആർക്കറിയാം. സുമേഷ്, നീ എന്നെ വല്ലാത്ത കളിയാക്കണ്ട കേട്ടോ. പാനിപ്പൂരി രഞ്ജിത്ത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ ഇങ്ങനത്തെ ലോക്കൽ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. ഞാൻ വലിയ ആളുകളുടെ കേസ് മാത്രമേ എടുക്കാറുള്ളൂ. ഒന്നും ആലോചിക്കാതെ ഞാൻ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു പോയതാ. ഈ കേസ് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. സുമേഷ്, നീ പറഞ്ഞത് കേട്ട് ആദ്യം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ജഗദീഷേട്ടാ പോലെ, ജഗദീഷേട്ടാ പോലെ. വേണ്ട പ്രേതമേ, ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലും. ഇതാമോ കഷായം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഇത് കുടിച്ചേ. വേണ്ട ചേച്ചി, ചെറിയൊരു പനിയുള്ളൂ. നീ ഒന്നും മിണ്ടാതിരുന്നേ അമ്മു. നീ എന്തോ വിഷമം മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ഇപ്പോഴും വേദാന്ത ചേട്ടനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടോ അമ്മു? ഒരു പക്ഷേ നീ ചേട്ടനോടുള്ള പ്രണയം തുറന്നു പറയുകയാണെങ്കിൽ മനസ്സിനൊരല്പം സമാധാനം കിട്ടുമായിരിക്കും. നീ അത് ചെയ്യ്. ഇല്ല ചേച്ചി, ഞാനിപ്പോ അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുക. എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് പറയാനും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് കേൾക്കാനും എനിക്ക് ആഗ്രഹമില്ല ചേച്ചി. അത് അങ്ങനെയല്ല അമ്മു. അതെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. വേദാന്തിന് സാഹിത്യം ഇഷ്ടമെന്ന് അറിഞ്ഞിട്ടും അവരുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ എനിക്ക് ഇഷ്ടമല്ല ചേച്ചി. പിന്നെ എന്താ നീ ഡള്ളായിട്ടിരിക്കുന്നേ? എന്താ കാര്യം പറ. മനസ്സുകൊണ്ട് ഞാൻ അവരുടെ അടുത്തുനിന്ന് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും ജോലിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും വിഷമായത്. ഞാൻ ചെയ്യാത്ത തെറ്റിന് എന്നെ വിശ്വാസമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. എന്ത്? നീ ചെയ്യാത്ത തെറ്റിന് നിന്നെ വഴക്ക് പറഞ്ഞോ? ഓഫീസിൽ തെറ്റ് സംഭവിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് ചെയ്തത് ഞാനല്ല. നോർമലി ഞാൻ അങ്ങനത്തെ എററൊന്നും ചെയ്യാറില്ല.
ടൈപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റു പറ്റാറുണ്ടെന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറുള്ളതാ. പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞതിൽ എന്നോട് ഒട്ടും വിശ്വാസമില്ലാത്ത പോലെ തോന്നി. എന്ത് തന്നെയായാലും ജോലിയുടെ കാര്യത്തിൽ സംഭവിച്ച തെറ്റിന് എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? അതൊക്കെ ഓഫീസിൽ തന്നെ വിട്ടിട്ട് വരണ്ടേ? അത് ശരിയാ ചേച്ചി. അദ്ദേഹത്തിന് എന്നോട് സ്നേഹമില്ലാന്ന് മനസ്സിലായിട്ടും വീണ്ടും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റല്ലേ? നീ കിടന്ന് റെസ്റ്റ് എടുക്ക. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. ആഹാരം കഴിക്കാനാകുമ്പോ വിളിക്കാം. നിനക്ക് എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇത് കുടിച്ചേ. ഹലോ, പറ വിക്കി. റൗഡി കൊച്ചി വീട്ടിലെത്തിയോ? അവിടുന്ന് ഇറങ്ങിയപ്പോ ചേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞെന്നാ പറഞ്ഞേ. എത്തി വിക്കി. ഇപ്പൊ അവക്ക് ചെറിയ പനിയുണ്ട്. ചോദിച്ചപ്പോ വേദാന്ത് ചേട്ടൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ അതാണ് അവളുടെ സങ്കടത്തിന്റെ പൂർണ്ണമായ കാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പറഞ്ഞേ? റൗഡി കൊച്ചിന് പനിയാണെന്നോ? അമ്മായി അമ്മാവന് വീട്ടിലില്ലേ? മെഡിസിൻ എന്തെങ്കിലും വാങ്ങിക്കണോ? അല്ലാതെ ഇതൊന്നും എനിക്കറിയില്ലേ? നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് നമ്മളല്ലാതെ വേറെ ആരുള്ളേ? കഷ്ടപ്പാടിൽ കൂടെ നിൽക്കാതെ സന്തോഷത്തിൽ മാത്രം കൂടെ നിന്നാ എങ്ങനെ ശരിയാവാ? ഓക്കെ. അതൊന്നും എനിക്ക് അറിയണ്ടേ ചേച്ചി. എനിക്ക് ഇന്ന് ക്രിക്കറ്റ് കണ്ടേ പറ്റൂ. അതിലെന്ത് മണ്ണാങ്കട്ടെ അടിയോളെ? അതൊക്കെ ഒരു കളിയാണോടി? ഞാൻ വിരാട് കോഹ്ലിയുടെ ഡൈ ഹാർഡ് ഫാനാണ്. റൺ മെഷീനാണ്. മോസ്റ്റ് അഗ്രസീവ് പ്ലെയർ. അവൻ കവർ ഡ്രൈവ് ചെയ്യുന്നതിന് എന്ത് രസാന്നറിയോ? വിക്കറ്റ് എല്ലാം വേഗത്തിൽ എടുക്കുന്ന കാണണം. അതിനെപ്പറ്റി പറയേ വേണ്ട. വീട്ടിലെ പ്രശ്നങ്ങളൊന്നും പോരെ പുതിയത് കൊണ്ടുവരാൻ? അതെന്താ ഈ കവറ്, മിഡ്, വിക്കറ്റ് അതൊക്കെ എന്താ? അതുകൊണ്ടാ പറഞ്ഞത് കുറച്ചൊക്കെ ജനറൽ നോളജ് വേണം. അത് ഗ്രൗണ്ടിലെ പ്ലേസ്മെന്റ്സാ. വലിയ പുസ്തകപ്പുഴാണെന്ന് പറയാലോ. ഇപ്പോഴെന്താ പറയണേ? ഇങ്ങനൊരു കളി, ഇതിനു വേണ്ടിയുള്ള കാശും ടൈമും എല്ലാം വേസ്റ്റ് ആക്കും. ഇതൊക്കെ വേറെ നോൺസെൻസ്. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചുമ്മാ ഇരിക്കും. എന്തിനാ വായിട്ടലക്കുന്നത്? നിനക്ക് ക്രിക്കറ്റ് വെക്കണോ? വെക്കണം. എന്നാ ഉറപ്പായും വെക്കില്ല. ആരെങ്കിലും വന്നായിരുന്നോ? എവിടെ? സ്റ്റെപ്പ് കയറിപ്പോയ പോലെ. നിന്റെ തോന്നല. മര്യാദക്ക് സീരിയൽ കാണും. ചേച്ചി നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെയാ. അത് സാരമില്ല. നെറ്റിയിലിട്ട തുണി ഉണങ്ങിപ്പോയി. ഒരു പ്രാവശ്യം കൂടെ നനച്ചിടാം. എന്താ അന്തം വിട്ടിരിക്കുന്നേ? കിടന്നോളൂ. നീ എണീച്ചിരിക്കണ്ട. ഏയ്, ഞാൻ തന്നെ ഇവിടെ ഉള്ളത്. നീ സ്വപ്നം കാണുമൊന്നും അല്ല, സൈക്കോ വുമൺ. ആന്റി, ഞാൻ സാഹിത്യ സംസാരിക്കുന്നത്. ഈ സമയത്ത് ആന്റിയെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തതിന് സോറി. ഇറ്റ്സ് ഓക്കെ സാഹിത്യ. ഈ നമ്പർ സേവ് ചെയ്യട്ടെ? തീർച്ചയായും ചെയ്യാം ആന്റി. ഇതെന്റെ പേഴ്സണൽ നമ്പറാ. ഓക്കെ. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ആന്റി പറഞ്ഞതുകൊണ്ട് വേദാന്ത് എന്നെ ഔട്ടിങ്ങിനെ കൊണ്ടുപോവാന്ന് എന്നോട് പറഞ്ഞിരുന്നു. ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞ് ഷോപ്പിങ്ങിന് എന്നെ കൊണ്ടുപോയി. അതിന്റെ കൂടെ ഡിന്നർ വെളിയിൽ നിന്ന് കഴിക്കാൻ എന്നോട് പറഞ്ഞിരുന്നു. അതെല്ലോ, അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പൊ എന്തു പറ്റി? പറഞ്ഞതൊന്നും നടക്കില്ലെന്ന് തോന്നുന്നു ആന്റി. അവര് ഓഫീസിൽ നിന്ന് എവിടേക്കാ പോയെന്ന് പോലും എനിക്കറിയില്ല. അവര് ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവർ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അവര് ഇന്ന് പറ്റില്ലെന്ന് എന്നോട് പറഞ്ഞു. ഇപ്പോ ചുമ്മാ സംസാരിക്കാന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തു. ഫോൺ എടുത്തതുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിഷമിക്കാൻ തുടങ്ങിയാലോ സാഹിത്യ? ഒരു വലിയ കമ്പനി നടത്തിക്കൊണ്ട് പോകുമ്പോൾ
അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്തുമാത്രം ടെൻഷൻ ഉണ്ടാവുമെന്നറിയില്ലേ? നീ അത് മനസ്സിലാക്ക്. ആക്ച്വലി വേദാന്ത് ഇപ്പോ ഇവിടെ വീട്ടിലുണ്ട്. വാട്ട്? വീട്ടിലുണ്ടോ? അതെ, അവനിവിടെ എത്തിയപ്പോ തന്നെ ഞാൻ കണ്ടിരുന്നു. അവൻ റൂമിൽ എന്തോ തിരക്കിലാന്ന് തോന്നുന്നു. ഞാൻ പോയി അവനോട് നിന്നെ വിളിക്കാൻ പറയാം. നീ വെയിറ്റ് ചെയ്യ്. വേദാന്ത്, 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 വേദാന്ത്. നീ ഇവിടെ എപ്പോ വന്നു? എന്തിനു വന്നു? ആരുടെ കൂടെ വന്നു? വന്നിട്ട് എത്ര നേരം? എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? സംസാരിക്കാതെ ഒന്ന് റെസ്റ്റ് എടുക്കുന്ന എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും നീ എന്താ ഈ എണീച്ചിരിക്കുന്നേ? നിന്റെ പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല. നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. കിടക്ക്, കിടക്കാൻ. ആ വായം തുറന്നേ. ഇനി കണ്ണടച്ച് കിടന്നുറങ്ങിക്കോ. തീർന്നില്ലേ? പിന്നെന്താ പ്രശ്നം? നീ കൂടുതലൊന്നും പറയണ്ട. വെക്കാൻ പറഞ്ഞാ വെച്ചാ മതി കേട്ടോ. ഇത് മോശം ചേച്ചി. നീ പറയുന്നൊക്കെ ഞാൻ കേൾക്കണോ? മിണ്ടാതെ വായടച്ച് എഴുന്നേറ്റ് പൊക്കോ. അച്ഛനെ വിളിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. നിനക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് മറന്നുപോയോ? ഫോൺ ചെയ്ത് പറയോ? പറയുന്നെങ്കിൽ പറയേ. ഞാനും ഫോൺ ചെയ്ത് പറയും. ചേച്ചി ബുക്ക് എടുക്കുന്നേ ഇല്ല, TV കണ്ടോണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഹോംവർക്ക് കഴിഞ്ഞിട്ടാ കണ്ടെന്നും പറയും. നോക്ക് 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 നോക്ക്. അവര് വീട്ടിലില്ലാത്തോണ്ട് എത്ര സന്തോഷമായിരിക്കുമായിരുന്നു. അപ്പഴേ ഈ തലവേദന. അമൂല്യ, 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 ചേട്ടാ, അമൂല്യ, അമൂല്യ, അമൂല്യ. ചേട്ടാ, ചേച്ചി, ചേച്ചി, നിങ്ങൾ വന്നത് മനസ്സിലായതേ ഇല്ല. ആക്ച്വലി ഞങ്ങൾ വഴക്കിട്ടോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ആദ്യം അമൂല്യക്ക് എന്ത് പറ്റിയെന്ന് പറ. അമൂല്യ എവിടെ പോയി? അമൂല്യ എവിടെ? അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? മുതുക്കിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു പനി പിടിച്ചതാ. നമ്മുടെ മുതുക്കി സുഖമായിട്ട് അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണോ? അമ്മൂന് തീരെ വയ്യ, മെഡിസിൻ ഒക്കെ കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ടേക്ക് പോകുവാന്ന് പറഞ്ഞ് വേദാന്തേട്ടൻ മെസ്സേജ് ചെയ്താണല്ലോ. ആണോ? ഇവിടെ ആരും വന്നില്ലേ ചേച്ചി? ഞങ്ങൾ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ബോസ് വെറുതെ പേടിപ്പിച്ചു. ഒരു രാത്രി വേസ്റ്റ് ആയി പോയത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്നല്ലോ. ചേട്ടാ, ആ ചേച്ചി എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. റൗഡി കൊച്ചിന് എന്താ പറ്റിയത്? ഒന്നുമില്ലല്ലോ. അയ്യോ, നീ എന്നോട് കള്ളൊന്നും പറയണ്ട. ചേട്ടൻ വിളിച്ചിട്ട് റൗഡി കൊച്ചിന് തീരെ വയ്യാന്ന് പറഞ്ഞല്ലോ. അയ്യോ, അവക്ക് അതിന് മാത്രം ഒന്നുമില്ല. ചെറുതായിട്ടൊരു പനി വന്നു, അത്രേ ഉള്ളൂ. ഓ, റൗഡി കൊച്ചേ, റൗഡി കൊച്ചേ, റൗഡി കൊച്ചേ, റൗഡി കൊച്ചേ. ആദ്യ റൗഡി കൊച്ചിന് തീരെ വയ്യാന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? ഇവിടുന്ന് മീറ്റിംഗ് വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കും ടൈം സെൻസ് ഇല്ലേ?
ഞാൻ എത്ര വട്ടം മെസ്സേജ് അയച്ചു അമ്മൂലേക്ക് തീരെ സുഖമില്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങളൊക്കെ പുറത്ത് ചുറ്റുമായിരുന്നോ? അവളെ ഒന്ന് നോക്കാൻ പോലും ഇവിടെ ആരുമില്ലായിരുന്നു. എന്തിനാ അതിഥി നീ ഇപ്പൊ കരഞ്ഞത്? ചേട്ടാ ചേട്ടൻ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴേ വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആര് വന്നിട്ടുണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പേടിച്ചേ. രണ്ടുപേരും ഹാളിൽ ഉണ്ടായിട്ട് ഒരാള് വന്ന് മനസ്സിലായില്ല അല്ലെ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വ ബോധം വേണം. ചേച്ചി എന്നെ പറയാതെ അതിഥിയോട് പറ. ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞത് ആരോ പാസ് ചെയ്തെന്ന്. രണ്ടും കൂടെ എപ്പോഴും കണ്ട അടി. ശരി, ആദ്യം പോയി അമ്മോനെ നോക്കിട്ട് വരാം. അതൊന്നും വേണ്ട. എല്ലാരും കൂടെ പോയ ഇൻഫെക്ഷൻ കൂടുകയുള്ളൂ. എന്ത് കൂടുന്നാ പറഞ്ഞേ? അവളുടെ ഇൻഫെക്ഷൻ കൂടുമെന്ന്.